3 വർഷത്തിന് ശേഷം നമ്മളെ കേസിൻ്റെ വിളി വന്നിട്ടുള്ളത്. അങ്ങനെ 3 വർഷം മുന്നേ പോലീസ് വിളിച്ച കേസിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഗ്യാസുണ്ട്. നീ പെട്ടെന്ന് വീട്ടിൽ പോയിക്കോ. ഇതൊരു ഓട്ടോക്കാരൻ രവിയേട്ടൻ അല്ലേ? അപ്പം ഇന്നത്തെ വ്ളോഗ് നമ്മള് ഞാൻ ചിരിക്കുന്ന നോക്കണ്ട, എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്. കാരണം 3 വർഷത്തിന് ശേഷം നമ്മളെ കേസിൻ്റെ വിളി വന്നിട്ടുള്ളത്. അങ്ങനെ 3 വർഷം മുന്നേ പോലീസ് വിളിച്ച കേസിൻ്റെ വിചാരണയോ കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇതിന് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കോടതിനുള്ളിൽ ക്യാമറ കയറ്റാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ജഡ്ജിന് മുന്നിലേക്ക് ക്യാമറ കയറ്റാൻ പറ്റില്ല, ദൂരത്ത് നിന്ന് എങ്ങാനും എടുക്കാനേ പറ്റുമായിരിക്കും. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. എല്ലാവരും റെഡിയല്ലേ? ഇതൊക്കെ ലൈറ്റ് ഇല്ലാത്ത റെക്കോർഡിങ് ഇത്ര സമയം ഇങ്ങനെ ചെയ്തത് ഞാൻ തന്നോട് പറയണ്ടെന്നേ. ലൈറ്റൊക്കെ വരുമോ? എനിക്ക് അറിഞ്ഞുകൊണ്ട് ലൈറ്റ് എത്രയുണ്ട്. ഞാൻ വെച്ച് സ്വിച്ചിലെ ലൈറ്റ് ഇടണമെന്ന്. എന്താലേ ഇതൊരു ഓട്ടോക്കാരൻ രവിയേട്ടൻ അല്ലേ? ഇവനെങ്ങനെ നമ്മളെ ടീമിൽ കയറിയത്? ഇതിന്റെ ലൈറ്റിങ് ഇതിനെക്കുറിച്ച് ടെക്നിക്കലി സീറോ നോളജ്. സതീഷ് ലൈറ്റ് ഇട്ടിന്, ഞാൻ ഇവിടെ ലൈറ്റ് ഇട്ടിന്. കാര്യം അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഓട്ടോ ഡ്രൈവർ എങ്ങനെ ഈ ഗെയിമേഴ്സിന്റെ ഗ്യാങ്ങിലെത്തിയ കാര്യം അല്ലേ? ഇത് രവിയേട്ടൻ എങ്ങനെയാ പിടിക്കണവനും മൂത്രപ്പുരക്ക് കാവലിരിക്കണവനൊക്കെ എത്തിയില്ലേടാ? പിന്നെ എന്താ ഒരു വഴിക്ക് പോകുമ്പോ അടി ഉണ്ടാക്കല. പിന്നെ കണ്ണൂർ വിടാതെ നമ്മൾ പോകണം. നിന്നെ ഇനി തിരിച്ചു കൊണ്ടുവന്നില്ല. ടി വി വാങ്ങിച്ചോണ്ട് നീ തിരിച്ചു വന്നാൽ ടിവി ചവിട്ടി പൊട്ടിച്ചാലാ പിന്നെ വീട്ടിലാ കൊണ്ടുവരുന്ന ടി.വി വീട്ടിൽ കൊണ്ടുവിടാൻ പോവാ. ടി വി മേടിച്ചിട്ട് തിരിച്ചു കയറിയാ മതി. ഡിസ്പ്ലേ ശരിയാക്കി തരാം മോനെ. അതിന്റെ ഡിസ്പ്ലേ കിട്ടൂല മോനെ. നമ്മള് ചോദിച്ച്, നമ്മള് കമ്പനിയെ വിളിച്ച് ചോദിച്ച് അതിന്റെ ഡിസ്പ്ലേ കിട്ടൂല. അതിന്റെ ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ ടി വി മാറ്റുന്ന പൈസയാവും. ഇനി നിന്റെ അടുത്ത് കാര്യം പറയാല, നമുക്ക് കേസൊന്നുമില്ല. നിന്നെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് നമ്മൾ പോണത്. അതിനാ നമ്മൾ എന്റെ ഡ്രസ്സും മാക്ബുക്ക് ഇതൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ നീ ടി വി കൊണ്ടുവച്ചിട്ട് നീ എടുത്തോണ്ട് പോയിക്കോ. അതുവരെ നിന്റെ സാധനങ്ങളെല്ലാം ഇവിടെ നിന്റെ അടുത്ത് പറയാൻ പറ്റും. 75,000 രൂപയ്ക്ക് 3 മാസം മുമ്പ് വാങ്ങിച്ച ടി വി ആണ്. അതിനെ പൊട്ടിച്ചിട്ട് ഡയലോഗ് സീരിയസ്ലി പറയുന്ന കളിക്കാം. ചക്കനെ അങ്ങനെ ഒറ്റപ്പെടുത്തരുത്. എന്തോ ഒറ്റപ്പെടുത്തരുത്? ഭയങ്കരമായിട്ടുള്ള ഗ്യാസുണ്ട്. നീ പെട്ടെന്ന് വീട്ടിൽ പോയിക്കോ. അപ്പൊ കേറിക്കോ. കേറാ. പിന്നെ അപ്പൊ നമ്മള് കൊച്ചിയിൽ നിന്ന് ഇറങ്ങി കണ്ണൂരേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ പാലക്കാട് ടയർ മാറ്റാൻ കയറിയിട്ടുള്ളത്. കാരണം നമ്മളെ ലാസ്റ്റ് എടുത്ത നമ്മൾ എത്ര വ്ളോഗ് ഇട്ട്? 4 വ്ളോഗ് ഇട്ടില്ലെങ്കിൽ 3 വ്ളോഗിലും നമ്മളെ ടയർ പണിയായിന്. അപ്പം ടയർ മാറ്റാന്ന് വിചാരിച്ച് 4 ടയറും മാറ്റാൻ വിചാരിച്ച്. ഇവിടെ പുതിയ ടയർ ഇവിടെ കാണിച്ചത്. പുതിയ ടയർ നമ്മളെ സാധനം നല്ല റാംബോനെ പോലത്തെ ടയറിലാണ്. അടിച്ചൂരിന്റെ ഡ്രം പോലത്തെ ഇതിലേതാ ടയർ? ഷമീറിന്റെ 3 കായലും നിങ്ങൾ ഒരു 4 ഇട്ടു. ഒരു കുഴപ്പമില്ല. എന്നിട്ട് മമ്മദിന് വേണ്ട. മമ്മദിന്റെ കഥ അറിയില്ലേ? മമ്മദല്ല നമ്മളെ മറ്റേ എന്ത് നമ്മളെ മറ്റേ അറിയില്ലേ? വിളിച്ച് അറിയില്ല. എന്താടാ എനിക്കൊന്നും പറയാനില്ലേ? മറ്റേ കൊറേ ശരിയായ ഒളിഞ്ഞു നോക്കിട്ട് നാട്ടുകാർ ഒന്ന് കെട്ടിയിട്ട കറക്റ്റല്ലേ? പാവം എത്ര ദിവസമായാലും ബാന്. എന്റെ മമ്മദിന് ഈ അവസ്ഥ വന്നല്ലോ. ഓഡിയൻസ് പറയണം. അല്ല ഇവന്റെ അത്രയും സസ്പെൻഷൻ എത്രയാന്ന്? 6 മാസമായിട്ടല്ലേ? 1 മാസം. ആൾക്കാർ പറയണം. ആൾക്കാർ പറയുന്ന പോലെ നല്ല നടത്തിപ്പിന് പറഞ്ഞിട്ടുണ്ട്. അവ എല്ലാം ചെയ്ത് നല്ല ഇതാവുന്നുണ്ടെങ്കിൽ ജാസിക്ക് എന്താ പറയാനുള്ള? അല്ല ഇതെന്താ എടാ, ഇത് നമ്മളെ പുതിയ എഡിറ്റർ കേട്ടോ അഖില്. എടാ ഞാൻ എന്തിനാ ഇത് ക്യാമറ പിടിച്ചിട്ടിരിക്കുന്നത്? നീ ഇല്ല ഇടാ പിടിച്ചാ നീ പിടിക്കേ. അപ്പൊ ഗൈസ് നമ്മള് പാലക്കാട് നിന്ന് ടയർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടയർ മാറ്റിട്ട് നമ്മള് നേരെ കണ്ണൂരേക്ക് പോകും. അല്ല കേസ് ഇപ്പൊ ഓർത്ത ഞാൻ മറന്നു നിൽക്കുകയായിരുന്നു. കേസ് നാളെ മറുപടി പറയണ. സാക്ഷിക്കൂട്ടിൽ കയറണം. നാളെ മറ്റേ ഇതില് കയറണം. ഞാൻ മറ്റേ സാധനമില്ലേ? അപ്പൊ നാളെ എന്താ പറയാ? പീഡകത്തിൽ കയറണം.
സാധനം മുത്തേ. ആരാ വരുന്ന? ആരാ ഒന്നിച്ചാരാ വരുന്ന? ഇതൊന്നും ഇങ്ങനെ നമ്പർ പ്ലേറ്റ് ബ്ലറാക്കണേ, നമ്പർ പ്ലേറ്റ് ബ്ലറാക്കണേ എഡിറ്റ് ചെയ്യുമ്പോ കേട്ടോ. നമ്മൾ പോയിട്ട് വരാം. ഇത് സൗണ്ടുള്ള വണ്ടിയാ. ഇവിടെ രണ്ട് ഗുണ്ടുകൾ കിടക്കുന്നുണ്ട്. ഇവിടെ ഇതാ ഒരുത്തന് തിന്നുക പിന്നെ ഉറങ്ങുക. ഇതാണ് ഇവന്റെ പരിപാടി. ഇവിടെ എന്താ നടക്കുന്നതെന്നും എനിക്ക് അറിയണ്ട. ടയർ മാറ്റിയ വല്ല അറിയുന്നുണ്ടോ? ഉറങ്ങാ അങ്ങനെ ഒരെണ്ണം മൈക്കില്ല, അടുത്തുനിന്നേ വിട്ടു. ചിന്തിക്ക്. ഓ വണ്ടി അങ്ങ് മസിലായല്ലേ ടയർ. ആ ഓഫ് റോഡ് ടയർ ഇട്ടപ്പോഴേക്ക് A few moments later. നമ്മള് പാലക്കാട് നിന്ന് ടയറും മാറ്റി നേരെ കോഴിക്കോട് എത്തി. കോഴിക്കോട് കഴിയാനായോ? കോഴിക്കോട് എത്തുന്നത്ര. കോഴിക്കോട് കഴിഞ്ഞ് കണ്ണൂർ എത്തണം. കറക്റ്റ് ഒരു 10:15 10:30 നമ്മൾക്ക് എത്തേണ്ടത്. കറക്റ്റ് 10:15 നമ്മള് കോടതിയിലെത്തും. എന്നിട്ട് ഫുഡ് കഴിക്കണം. പരിപാടികളുണ്ട്. ഇവന്റെ എല്ലാം മൈൻഡില് ഫുഡ് കഴിക്കാൻ തൂറ ഇതെല്ലാം ഇവന്റെ എല്ലാം. ഞാൻ അത്രയും ടെൻഷനിലാണ്. ഞാൻ കോടതിയിൽ പോയിട്ട് എന്ത് പറയാ. ഞാൻ മറ്റേ കൂട്ടിക്കാരൻ കൂട്ടിക്കാരൻ പോയ കൂട്ടിക്കാരൻ മാറി ഇക്കെല്ലാം തമാശ അല്ലേ ഇത്. കൂട്ടിക്കറി ജഡ്ജിന്റെ മുമ്പിൽ പോയിട്ട് പക്കം വന്ന് കൊഞ്ചം മുത്തങ്ങൾ താ, പക്കം വന്ന് കൊഞ്ചം മുത്തങ്ങൾ താ, പക്കം വന്ന് കൊഞ്ചം മുത്തങ്ങൾ താ. അപ്പൊ ജഡ്ജി തരും. അപ്പൊ ജഡ്ജി പറയും പോയിക്കോ കേസൊന്നുമില്ല. ഈ മാവുരുട്ടി വെച്ച 3 എണ്ണാണ് ഈ നമ്മളെ ടീമിൽ ഏറ്റവും മടിയന്മാർ. ഈ 3 മാവുരുട്ടികള്. 3 മാവുരുട്ടികളില് 1, 2 ഒരെണ്ണം ബാക്കി ജാസ് ഫുഡി. ഇവൻ മാവല്ല. അത് മാവല്ല, മാവും പൊടിയാ. ഇല്ല നീ മാവല്ല, നീ ഒരു കല്ലാണ്. വലിയ കല്ല്, ഒരു പാറക്കഷ്ണം. നീ അനങ്ങ പോലും ചെയ്യില്ല. നമ്മള് മാവരുട്ടിയ. നമ്മ കുറച്ചൊരു ഗിഗ്ലിങ് ഒക്കെ ഉണ്ടാവും. നിനക്ക് അതുപോലും ഇല്ല. കേട്ടിട്ട് മാത്രമേ ഗിഗിള് എന്ന് പറഞ്ഞാ ഇങ്ങനെ വിളിക്കുന്നതിനോ ചിരിക്കുന്നതിനോ അങ്ങനെ എന്തോ ഗിഗിള് എന്ന് പറയില്ലേ. എനി മൂവ്മെന്റ് ഓഫ് എ ട്രാക്ഷൻ. അല്ല ഗിഗിളിങ് അർത്ഥം നോക്കണം. എനി മൂവ്മെന്റ് ഓഫ് എ ട്രാക്ഷൻ is called as giggling. Any movement, an atoms or an millimeter, whatever, it is called giggling. അതുവരെ മറന്നുപോയി. എന്ത് വായിൽ വന്ന ഒരു പേരാണ് ഗിഗ്ലിങ്. ഇക്ലിയാക്കിയപ്പോഴെന്തോ വന്നതാ. എടാ നീ ഗിഗിളിങ്ങിന്റെ അർത്ഥം നോക്കടാ. ഗിഗ്ലിങ്ങിന്റെ അർത്ഥം നോക്കാനൊന്നുമില്ല. ഗിഗ്ലിങ്ങിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എനി ട്രാക്ഷൻ ഓഫ് എ മൂവ്മെന്റ് ഓർ എനി സ്കൈ ഓർ ഇറ്റ്സ് സൈക്കിൾ or any bike, any car can go anywhere into the universe is called a placard. ഒരിക്കലും അല്ല. ഇത് പറയണെന്ന് പറഞ്ഞ അർത്ഥം ഇത് പറയണെന്ന് പറഞ്ഞാ to laugh repeatedly in a quiet but uncontrolled way. To laugh. ചിരിക്കലാണ്. No, that is not possible. The possible way is only giggling and traction. This is 2 ways are only in the flex board. That's only movement is there. Not possible after that. It is only that. കോടതിയെല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കുകയാണ്. നമ്മളെ എന്താ നിന്റെ പേരെന്താ? അല്ല ഈ കടീന്റെ പേരെന്ത്? ചിരിമുട്ട കടീന്റെ പേര്.
എല്ലാ മുടി കാണാത്തപ്പോൾ വരുന്നില്ല. കാരണം കാണണം. അല്ല അപ്പൊ നമ്മളിവിടെ കോടതിയിൽ വന്നപ്പോ കോടതിന്റെ തൊട്ടിപ്പുറത്ത് നമ്മളെ ഫൈസൽഖാന്റെ പീടിയുണ്ട്. ഫൈസൽഖാന്റെ പീടിയിൽ ചായ പിടിക്കാൻ കയറിയത് നോക്കുമ്പോഴേക്ക് ആള് ശരിയായ വൈബ്. ഫൈസൽഖാക്ക് പീടിയ പ്രൊമോഷൻ ചെയ്യണം പോലും. അപ്പൊ എല്ലാവരും പീടിയുടെ പേര് പറഞ്ഞു സിറ്റി ഫുഡ് എക്സ് കഫേ. അടിപൊളി കടികള്, അടിപൊളി ചായ. അല്ല ഫൈസൽക്കാ ഡബ്ല്യൂ ആണ് കാര്യം പറയാം. എല്ലാവർക്കും ഫൈസൽക്കാർക്ക് ഒരു ഡബ്ല്യൂ. എല്ലാരും കേട്ടില്ല മലബാർ കടികള് എല്ലാം ഉണ്ടാക്കുന്ന നിങ്ങൾ അമ്മദയുടെ മമ്മൂള്ള റാമർപ്പല്ല നമ്മളെയും കൂടി പറയിപ്പിച്ചറിഞ്ഞില്ലേ. വിഷയൊന്നും മാറ്റണ്ട. ആ വിഷയം വിഷയം മനസ്സിന്റെ ഉള്ളിലുള്ള തന്നെയാണ് അല്ലെ. എല്ലാരും ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ചിരിമുട്ട. ചിരിമുട്ട എന്നൊക്കെ പറഞ്ഞാൽ മമ്മൂന്റെ മോൻ കണക്കാണ് ചിരിച്ചോണ്ടിരിക്കുന്നത്. മസ്റ്റ് ട്രൈ. ഓക്കെ, എന്ത് ഷേക്ക്? ഇത് പറയണത് ഇവനാണ് കേട്ടോ. പറ, ബാക്കി പറ. ഷേക്ക് എന്താ? വേറെന്താ? ചിരിമുട്ട, അവക്കാഡോ ഷേക്ക്, പിന്നെ എന്താ പൊറോട്ട റോള്. പൊറോട്ട റോള് അപ്പൊ അപ്പൊ ഫൈസൽഖാന്റെ കടിയെല്ലാം നമ്മള് തിന്നു. നല്ല അടിപൊളി കുറെ കടികളെല്ലാം തിന്ന് നമ്മള് ഇവിടെ ഇറങ്ങാൻ പോന്നെയാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ബാക്കി എല്ലാരെയും നോക്കിയ നിങ്ങള്, ബാക്കി എല്ലാരും ഓക്കെ. പക്ഷെ ഈടാ ഇവരെന്താ ഇവന്റെ മുഖം ഒന്ന് നോക്കി ഒന്ന് സൂം ചെയ്തേ. എന്താണ് ജോക്കറുടെ പോലെ ഞാൻ മാസ്ക് മേടിക്കാൻ തന്നെ വിചാരിച്ചു. ഇങ്ങനെ ഒരുത്തൻ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോ ആരെങ്കിലും നമ്മളെ സീരിയസ് ആയിട്ട് എടുക്കുവോ? അത്രയും കോമാളി അല്ലാതെ ഇവന്റെ മോന്ത നോക്കാം. എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ച് പണ്ടത്തെ നടന്മാരും ചാർലി ചാപ്ലിനൊക്കെ ചെയ്തോണ്ട് ഇതായിരിക്കും, അടിപൊളിയായിരിക്കും. നീ നമ്മളെ മുഖത്തിൽ ഇരുന്നാണ്ടല്ലോ നമ്മൾ സീരിയസ് ആയിട്ട് ആരും സംസാരിക്കാൻ ചെയ്ത ആരും നമ്മളെ സീരിയസ് ആയിട്ട് എടുക്കൂല. ഒരു ബിസിനസ് മീറ്റിങ്ങിലൊന്നും ഒരിക്കലും ഈ കോമാളി ഓണത്തിനെ കൊണ്ടുപോകരുത്. ഞാൻ മാസ്ക് ഇട്ടോളൂ, മാസ്ക് ഇട്ടോളൂ. മാസ്ക് ഇട്ടോളൂ. ഇതാര് എന്നെ പുറത്താക്കാനാ? ആണോ? എന്താ പേര്? അവിടെ ഇറങ്ങിട്ട് വന്നതാ. ചായ പിടിച്ചോ?
ഇവര് എന്നെ ഇതാക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഇവർക്ക് എല്ലാവരും എന്നോട് നിന്നോട് സാധാരണത്തിന്റെ പുറത്ത് മമ്മ പറഞ്ഞ പറയില്ല. ഇതാക്കിയതാ. ചെറുതായിട്ടുള്ള ആണോ? എന്തിന്റെ സാമൂഹ്യ പ്രവർത്തക നിന്നോട് ഞാൻ ചോദിച്ചു എന്നെ കേട്ടോ വീട്ടിലേന്ന്. നീ ഒരു വീഡിയോ ചെയ്തിരുന്നു ലൈവ്. എന്തുട്ടാന്നറിയോ? ഞാൻ കുറച്ച് കാര്യങ്ങൾ മറുപടി പറയാനേ. അല്ല എന്തൊക്കെയുണ്ട് വിശേഷം? കാര്യങ്ങൾ പറഞ്ഞ തെറ്റാണെങ്കിലും എന്താ പറയാ പ്രായത്തിന്റെ ഇതിലായിട്ട് ഉറപ്പായിട്ടും റോഡ് ബ്ലോക്ക് ഇതെന്ത് എന്ത് സംഭവം? എന്റെ വൈകിട്ട് ഒരു ഇടിയടാ. എന്റെ വൈകിട്ട് ഒരു ഇടി. ചേട്ടന്റെ കടയിൽ നമ്മള് ചായ പിടിക്കാൻ വന്നിട്ടുള്ളത്. നല്ല കൂടുതൽ പഴമ്പ്. ഒരു ബ്രെഡ് ബ്രെഡ് ശരത്തിനൊരു ബ്രെഡാ. മോനെ ഇത് പിടിച്ചേ. നീ പറഞ്ഞു ഒന്നിന്റെ മോനെ എന്നെ കേട്ടാ അതിനകത്ത് എന്റെ എന്റെ എന്നെ കേട്ടാൻ പറഞ്ഞ അതിനകത്ത് ഇതിലുണ്ട്. ഞാനവിടെ വയറില് പണ്ടാറാണ്. വയറിലാവണ്ടേ? പിന്നെ ആവണ്ടേ? പിന്നെ അല്ല, ഇത് ലൈവല്ല, ഇത് വീഡിയോ എടുത്തു നോക്കുന്നതാ. 2 മണിക്ക് നോക്കും. 2 മണിക്ക് കൊടുക്കുന്ന ഏക കടയാ? ഓ, അങ്ങനെ പ്രത്യേകത ഉണ്ട്. അപ്പൊ ഏട്ടാ ഫുൾ ആക്റ്റീവ് ആണ് 2 മണി മുതൽ. പിന്നെ അല്ല, അപ്പൊ ഉറക്കൊന്നുമില്ലേ? എന്തുറക്കം? ഉറങ്ങലൊക്കെ നമുക്ക് ഉറങ്ങാതെ ഇല്ല. എന്നാലേ 9 മണിക്ക് അടച്ചിട്ട് പോകും. 3-4 മണിക്കൂർ ഉറങ്ങിട്ട് പിന്നെ 2 മണിക്ക് വന്നിട്ട് തുറക്കും. ഹാർഡ് വർക്ക്. പിന്നെ അല്ലാണ്ട് ഇതല്ലാന്ന് ഹാർഡ് പൈസ ഉണ്ടാക്കുക. ഇതാണ് ഹാർഡ് വർക്ക്. ആ, അപ്പനും അമ്മ എവിടെ കിടപ്പുണ്ട്. അവരുടെ കൂടെ പോയാണ്ട് കിടക്കും. ഇപ്പൊ 60 പോണ്. ആ, അപ്പനും അമ്മ അവിടെ കിടപ്പുണ്ട്. ചുറ്റേരി കൂനുമാവ് ചുറ്റേരി അവരുടെ കൂടെ അങ്ങോട്ട് പോയി കിടക്കും. ഉറക്കം എപ്പോഴാണ്? ലാസ്റ്റ് പോവല്ല, ഉറങ്ങാൻ പോവല്ല അമ്മ. അതാണ് പറഞ്ഞ സ്ഥലം. ചേട്ടൻ ഫുൾ ആക്റ്റീവ് അല്ലേ? ഫുള്ള് ഇവിടെ ചായ കച്ചവടം പോയി ചായ എന്നായിട്ടൊന്നുമില്ല. ഇപ്പൊ ഹൈലിരിക്കണ കമ്പനി കുരിക്കുകളൊക്കെ ഇത് ചായ കുടിച്ച് വിഷമിച്ചിരിക്കുകയാണ്. വെള്ളം കൂടുതലാണെന്ന്. പിന്നെ വെള്ളം ഒഴിച്ചില്ല എന്റെ ജീവിതം പോയില്ലേ. എപ്പോഴും ആക്റ്റീവായിരിക്കണം. 60 വയസ്സാകുമ്പോൾ ഞാൻ പിടിച്ച അത്രേ ഉള്ളൂ. 1 ലിറ്ററിൽ 3 ലിറ്റർ വെള്ളം. അതാണ് നമ്മുടെ കണക്ക്. അതിനകത്ത് എന്നിട്ട് ഇവിടെ വന്നിട്ടല്ലോ ആൾക്കാർ. എന്തൊരു സത്യസന്ധമായിട്ട് പറയുന്നത് നോക്കിയാ ഒരു ചായക്കടക്കാരനും പറയാം. നല്ലാന്ന് പറഞ്ഞിട്ടാ. നല്ലാന്ന് പറഞ്ഞ പോയി പിന്നെ വെള്ളം ചേർക്കും. നല്ല അടിപൊളി ചായ, അടിപൊളി ചായ. വെള്ളം ഇവനാള് സൈലന്റാ. വയലിട്ട് നോക്കിയാലോ നമുക്ക്? വയലിട്ട് അങ്ങനെ 4 പ്രാവശ്യം ഇവിടെ വന്നാൽ 4 പ്രാവശ്യം ഇവിടെ വന്നാ എല്ലാം റെഡിയാണ്. ചേട്ടൻ പറഞ്ഞേട്ടാ, ഏറെ എടുത്തോണ്ടിരിക്കണേന്ന് മിണ്ടാൻ പറ്റില്ല. റാംബോക്കിന്ന് മൊത്തം മൂക്ക്. ഫാമിലി മോനിപ്പോ ലണ്ടനിൽ പോയിട്ട് MBA എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവൻ പോകാനായിട്ട് മോള് 2ാമത്തെ CA കഴിഞ്ഞിരിക്കുന്നു. ആ, സിയാണോ? ഇവൻ സിയാ. ആ, CA ഞാനും CA.
സൂറക്കൽ അഗസ്റ്റിൻ മഹൻഷിപ്പ്. എന്റെ അപ്പന്റെ പേര് അഗസ്റ്റിൻ എന്നാണ്. ചേട്ടാ ചെയ്യാലോ സിയാണ് ഞാനങ്ങ സി എടുത്തെങ്കിൽ 2 സി വന്നാണ് ഡബിൾ സി. പക്ഷെ ഇവനൊരു തട്ടിപ്പ് ചെയ്യാ. ആണോ? ആ ഇവനൊരു സൈഡാ. ഇവൻ വെറും ഇവരൊരു 3 ദിവസം കയറാം. ഷെയ്ക്കോ വെള്ളം നനയുക. നല്ല ഹാപ്പിയാണ്. ബാ ഓണെന്നെ പൊളിമോടെ ഇവിടെ പണിക്ക് ആളാണ് നിങ്ങൾക്ക്. വെള്ളം വരും. അല്ല, ശരിക്കും പണിക്കാളെ നമുക്ക് ആളാണോ? നമ്മള് ഇതിനെ കളയാൻ നിക്കാ. നമ്മളിതിനെ ഇതിനകത്തുനിന്നാ? ഇതിനെ കളയാൻ നിക്ക. ഇത് നല്ല കുക്കാ. തന്നെയാ അല്ല ഇവൻ ഇവനാ? ഇതൊരു കുക്കാ. മുടിയും വളർത്തി വൃത്തിയായിട്ട് നടക്കുന്ന ഇവനൊക്കെ ആയിരിക്കും വേണമെന്ന്. ഇവനാ നമ്മളെ കുക്ക്. അല്ല അല്ല ഇവൻ കുക്കായിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്നോണ്ട് പറയുന്നല്ല. ഇവന്റെ ഫുഡ് വായിൽ വെക്കാൻ കൊള്ളൂല. ആ കുട്ടുണ്ടാക്കുന്നു ഭയങ്കര. 4 മാസമായി ഒപ്പം നിൽക്കുന്നത്. തിന്നൊക്കെ അടിച്ച് കേട്ടുന്നുണ്ട്. വായി വെക്കാൻ കൊള്ളൂല. അത് മോശമായി ചെമ്മിറ. അത് മോശമായി. ഓന്റെ ഫുഡല്ല 3 നേരം വെട്ടി വീങ്ങുന്നു. എന്നിട്ട് ഓന്റെ ഫുഡിനെ കുറ്റം പറഞ്ഞാൽ ശരിയായില്ല. ഇതിനല്ലേ ഉപ്പ് കുറവാ. ഉള്ള പിന്നെ പറയാം. 2 സീയ കൂടുതലുണ്ട്. പിന്നെ ഉടായിപ്പ് സീയും കൊണ്ട് നടന്നിട്ട് കാര്യം എന്നാ നീ സർട്ടിഫിക്കറ്റ് കാണിക്കടാ. സർട്ടിഫിക്കറ്റ് കാണിക്കടാ. കാണിച്ചുതരാം. പോയാലും എനിക്ക് സമയം തന്നിട്ടില്ലല്ലോ. പിന്നെ വീട്ടിൽ കയറാൻ സമയം തന്നാ. പുതിയ ഉടായ്പ. വീട്ടിൽ കയറാൻ സമയം തന്നാ. ഇത് നമ്മള് ലൈവില് പറയും. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക്. നമ്മളെല്ലാ വ്ളോഗും എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ. ഇങ്ങനെ നമ്മള് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സാധനമാണ് അല്ലേ. ഗേറ്റ് കൂട്ടിക്കണ്ടല്ലേ. ഗേറ്റ് തുറന്നു ആരെങ്കിലും. ചാവിയുടെ അപ്പൊ ഓക്കെ ഗൈസ് ബ്ലൂം.